ഏഷ്യയിലാണ്. നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ പ്രധാനപ്പെട്ട 2 നദികൾ ഇന്ന് കൈയടക്കി വെച്ചിരിക്കുന്നത് അമേരിക്കയാണ്, യൂഫ്രട്ടീസും ടൈഗ്രീസും. അമേരിക്കൻ ക്യാമ്പുകൾ മുഴുവനും. എന്തിനാണത്? ഇത് നമ്മുടെ ഈ കിതാബ് ഇങ്ങോട്ട് നോക്ക്. നമ്മുടെ ഈ കിതാബ് നമ്മൾ പഠിക്കണതിന്റെ 100 കണക്കിന് കൊല്ലം മുമ്പ് പഠിച്ചവരാണ് അവര്. അതിനാണ് അവർ വന്നത്. സത്യത്തിൽ അക്ഷയ ഉറവയ 5 നദികൾ സ്വർഗത്തിൽ നിന്നാണ്. 5 നദി സ്വർഗത്തിൽ നിന്നാണ്. അതിൽപ്പെട്ടതാണ് യൂഫ്രട്ടീസ്, സ്വർഗത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ടൈഗ്രീസ് സ്വർഗത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ജയ്ഹൂൻ, സൈഹൂൻ, ജയ്ഹൂൻ, നൈല്, ഫുറാത്ത്, ദുജ്ല, ഇങ്ങനെ 5 നദികളുണ്ട്. സൈഹൂന്, ജയ്ഹൂന്, നൈല്, ഫുറാത്ത്, ദുജ്ല, ഇങ്ങനെ 5 നദികളുണ്ട്. ആ 5 നദികളിൽ പ്രധാനപ്പെട്ട 2 റിവറുകളാണ് എന്ത്? യൂഫ്രട്ടീസും ടൈഗ്രീസും. ആ യൂഫ്രട്ടീസും ടൈഗ്രീസും എവിടെയാണ്? ഇറാഖുമായി ബന്ധപ്പെട്ട പ്രദേശത്താണ്. അതിന് മനസ്സിലായില്ലേ പറഞ്ഞത്? ആ ഇറാഖിന്റെ സത്യത്തിൽ എന്താണ്? അവിടെയാണ് അമേരിക്കൻ ക്യാമ്പുകൾ. ആ യൂഫ്രട്ടീസ് നദിയിലാണ് സ്വർണ്ണമല ഉയരുമെന്ന് ഹബീബ നബി പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കാൻ ഞാനൊരു വഴി ഇങ്ങനെ വിൻഡോ തുറന്നിടുകയാണ്. ആ സ്വർണ്ണമല യൂഫ്രട്ടീസിലെ വെള്ളം തന്നെ ആണോന്ന് പറയല്ല, ആണോന്ന് ഞാനിങ്ങനെ വാതിൽ തുറന്നത്. എന്തുകൊണ്ട്? സ്വർണത്തിന് വില ഇല്ലാതെയാവും എന്ന് ഇവിടെ പറയുന്നുണ്ട്. സ്വർണത്തിന് വില ഇല്ലാതെയാവും. എന്തിന് വിലയുണ്ടാവും? വെള്ളത്തിന് വിലയുണ്ടാവും. ഇത് പഠിക്കണ്ടേ? സ്വർണത്തിന് വിലയുണ്ടാവില്ല. സ്വർണം വെള്ളിയൊക്കെ ഭൂമിയിൽ കൂടുതൽ കണ്ടെടുക്കപ്പെടും. വെള്ളിയും സ്വർണം കൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ചുറ്റി നടക്കും. ആരാണ് വാങ്ങിയിട്ട് എനിക്ക് കുറച്ച് വെള്ളം തരാനുള്ളതെന്ന് ചോദിച്ച് ഇങ്ങനെ നടക്കും മനുഷ്യന്മാർ. എന്തുകൊണ്ട്? ഇങ്ങോട്ട് വാ, ഇഷ്ടം പോലെ ഭൂമിയിൽ നിന്ന് കിട്ടും, എന്റെ സ്വർണവും വെള്ളിയും കിട്ടും. അതെങ്ങനെ പാത്രത്തിലാക്കിയിട്ട് മനുഷ്യന്മാർ ചുറ്റി നടക്കുമ്പോ യക്ബലു ഹാദാ, ആരാണ് ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് വെള്ളം എടുത്താൽ? ഇപ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും വലിയ വ്യവസായം ബോട്ടിൽ വെള്ളം. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വ്യവസായം ഇപ്പോൾ ബോട്ടിൽ വെള്ളം. നമ്മൾ ചിന്തിച്ചു നോക്കി. എന്തിന്? നമ്മളെ കേരളത്തിൽ ഇഷ്ടം പോലെ മഴ പെയ്യുന്ന നാടാണല്ലോ കേരളം. കേരളത്തിൽ പോലും ഏറ്റവും വലിയ വ്യവസായം ബോട്ടിൽ വെള്ളമാണെങ്കിൽ മറ്റുള്ള നാടുകളുടെ അവസ്ഥ എന്തായിരിക്കും ലോകത്ത്? എങ്കിൽ ഈ അവസ്ഥ നിലനിൽക്കുന്ന കുറച്ചു കാലം കഴിഞ്ഞാൽ അവസ്ഥ എന്താ? നിസ്സാരമായി കണ്ടുകൂടാ. ഇത് വലിയ വിഷയത്തിലേക്ക് നീങ്ങാൻ പോവാണ്. അവസാനം കടൽ കത്തിത്തീരും. സമുദ്രം കത്തിത്തീരും. അതിനെ തടയാൻ ആർക്കും കഴിയില്ല. സമുദ്രം കത്തിത്തീരും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വർണത്തിന്റെ പാത്രം കൊണ്ട് മനുഷ്യന്മാരിങ്ങനെ ചുറ്റി നടക്കും. സ്വർണം ആർക്കാ വേണ്ട? അപ്പോൾ ഒരാൾ പറയുമല്ലോ, ഇന്നലെ തന്നിരുന്നെങ്കിൽ ഞാൻ സ്വർണം സ്വീകരിച്ചിരുന്നു. ഒരാൾ പറയും, ഇന്നലെ ആണെങ്കിൽ ഞാൻ സ്വർണം സ്വീകരിച്ചിരുന്നു. ഇന്ന് എനിക്ക് സ്വർണ്ണം അല്ല വേണ്ടത്, ഇന്ന് എനിക്ക് വേണ്ടത് വെള്ളമാണ്. പച്ചവെള്ളം. ലോകത്തെ സ്വർണത്തിന് തന്നെ യൂഫ്രട്ടീസ് നദിയിൽ സ്വർണ്ണമല ഉയരും എന്നാണ്. 5 നദികൾ സ്വർഗത്തിൽ നിന്നാണ്. 5 നദികൾ ജയ്ഹൂൻ, സൈഹൂൻ, ജയ്ഹൂൻ, നൈല്, ഫുറാത്ത്, ദുജ്ല. ഈ 5 നദികളിൽ 4 നദി പൂർണ്ണമായും ഏഷ്യയിലാണ്. 1 ഏഷ്യയിലേക്ക് ചേർക്കപ്പെട്ട ഈജിപ്തിലാണ്. ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ അമേരിക്കൻ ക്യാമ്പുകൾ മുഴുവനും ഈ വന്നിട്ടുള്ളത് മുഴുവനും ഇതിന്റെ മുന്നിൽ പ്രധാനമായ സംഗതി അതാണ്. മാത്രമല്ല, ചില കാരണങ്ങളാൽ അമേരിക്ക ഭാഗികമായി ലോകത്തില്ലാതെയാകും എന്നാണ്. അമേരിക്ക ഭാഗികമായി വല്ലാതെ താമസിയാതെ ലോകത്തില്ലാതെയാവുന്ന അങ്ങനെയുള്ള ചില വിഷയങ്ങളും ഉണ്ട്. അമേരിക്ക വല്ലാതെ താമസിയാതെ ഭാഗികമായി ഇല്ലാതെയാവും. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ധ്രുവങ്ങളിൽ മഞ്ഞുരുകും. 2035 ആകുമ്പോഴത്തിന് ധ്രുവങ്ങളിൽ മഞ്ഞില്ലാതെയാകുന്ന അങ്ങനെ വരുമ്പോൾ സമുദ്രനിരപ്പ് ഉയരുകയും ലോകത്തെ ഒരുപാട് പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്യും. അമേരിക്കയിലെ അനവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവും. ഈ മിഡിൽ ഈസ്റ്റിൽ ഇത്രമേൽ ആധിപത്യം ചെലുത്താനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇതൊക്കെ തന്നെ ആയിരിക്കുമോ എന്ന് ഗൗരവമായി നമ്മളൊരു പുതിയ പഠനത്തിന് വിഷയീഭവിക്കേണ്ട ഒരു സംഗതിയാണ്. ചില റിവറുകൾ കാണിക്കാം. വിഷ്വൽസ് കിട്ടിയാൽ നിങ്ങൾക്ക് ശരിക്കും കാണാം. നോക്കൂ നിങ്ങൾ, ലോകത്തെ അതിപ്രധാനപ്പെട്ട ഒരുപാട് പുഴകൾ ചൈനയിലെ യെല്ലോ റിവറാണ്.
ഒരുപാട് റിവറുകൾ യെല്ലോ റിവറാണ്. ലോകത്ത് സമൃദ്ധമായി വെള്ളം ഉണ്ടായിരുന്ന ഒരു പുഴയാണ് യെല്ലോ റിവർ. ചൈനയിലെ വറ്റി 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 തീർന്നുകൊണ്ടിരിക്കുകയാണ് യെല്ലോ റിവർ. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അതേപോലെ തന്നെ വെസ്റ്റ് ആഫ്രിക്കയിലെ അതിപ്രധാനപ്പെട്ട ഒരു റിവറാണ് നിഗാർ. നൈജീരിയയിലെ റിവർ എന്ന് പറയും. ഇന്ന് ഒരുപാട് നൈജീരിയയിലെ നിഗാർ റിവർ, അതും വെസ്റ്റ് ആഫ്രിക്കയിലെ അതിപ്രധാനപ്പെട്ട റിവറാണ്. ആ റിവറും ഇന്ന് ലോക ഭൂപടത്തിൽ നിന്ന് നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് ഉറപ്പ് തന്നെയാണല്ലോ, യാതൊരു സംശയവും വേണ്ട. ഇന്ത്യയിലേക്കും ഞാൻ വരാം. അതേപോലെ തന്നെ അമേരിക്കയിലെ അതിപ്രധാനപ്പെട്ട നയാഗ്രയുമായി ബന്ധമുള്ള വളരെ പ്രധാനപ്പെട്ട അമേരിക്കയിലെ നദിയാണ് കൊളറാഡോ. ഇതേപോലെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുക. വളരെ വലിയ വ്യത്യാസങ്ങൾ കൊളറാഡോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ശക്തമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊളറാഡോ നദിയിൽ. അതേപോലെ തന്നെ 1988 2004 ഇടയിൽ കൊളംബിയ നദിയിൽ 14% ഒഴുക്കില്ലാതെയായി. ഇപ്പോൾ 14 കൊളറാഡോ നദിയുടെ ഒരു ദൃശ്യമാണ് കാണിച്ചത്. കൊളറാഡോ നദിയിൽ 1988 2004 ഇടയിൽ ലോകത്ത് സമൃദ്ധമായി വെള്ളം ഉണ്ടായിരുന്ന ഒരു പുഴയാണത്. ലോകത്തെ അതിപ്രധാനപ്പെട്ട പുഴകളുടെ ഇന്നത്തെ രീതി നെറ്റെടുത്താൽ ഞാൻ ചില സാമ്പിൾസ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇതിന് ഗൗരവമായി നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ച് മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമായ ഒരു വിഷയമാണിത്. കൊളറാഡോയിൽ 14% ഒഴുക്ക് നിലച്ചിട്ടുണ്ട്. വെള്ളമില്ലാതായി, പുഴയിൽ വെള്ളമില്ല. ഇനി ഇന്ത്യയിലോ? ഇന്ത്യയുടെ കാര്യത്തെ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ കരകവിഞ്ഞൊഴുകിയിരുന്ന നദിയാണ് ഗംഗ. ഗംഗയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇന്ത്യയിലെ അവസ്ഥ. അശേഷമായി വെള്ളം കമ്മിയായി കൊണ്ടേയിരിക്കുക. ബ്രഹ്മപുത്ര, അതേപോലെ തന്നെ ഹെൽമാൻഡ്, ഇതുപോലെയുള്ള ധാരാളം പുഴകൾ നമുക്കറിയാമല്ലോ. കേരളത്തിലെ അതിപ്രധാനപ്പെട്ട നദിയാണ് സത്യത്തിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ സ്ഥിരാകേന്ദ്രമായ വെള്ളത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ് സത്യത്തിൽ ഭാരതപ്പുഴ. എന്താ ഇതിന്റെ അവസ്ഥ? കേരളത്തിലെ ഭാരതപ്പുഴ കണ്ടപ്പോൾ അറബികൾ അതിന് അന്നൈൽ എന്ന് വിളിച്ചുകൊണ്ടാണ്. അന്നൈൽ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഇന്നതിന്റെ സാഹചര്യം എന്താ? വർഷകാലത്ത് പോലും ആ പുഴ മൂടുകയില്ല. വർഷകാലത്ത് മൂടില്ല ആ പുഴ. പിന്നെന്റെ വേനൽക്കാലത്തിന്റെ അവസ്ഥ? ലോകത്തെ അതിപ്രധാനപ്പെട്ട വെള്ളം നിലനിൽക്കുന്ന മൊത്തം വെള്ളത്തിന്റെ ഈ റിവറുകളുടെ വെള്ളം എന്ന് പറയുന്നത് അതാണ് ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളം. ഭൂമിയിലുള്ള വെള്ളത്തിന്റെ 97.3% വെള്ളം കടൽ വെള്ളമാണ്. മൊത്തം ഭൂമിയിലുള്ള വെള്ളത്തിന്റെ ഭൂമിയിലുള്ള വെള്ളത്തിന്റെ 97.3% വെള്ളം കടൽ വെള്ളമാണ്. 2.1% വെള്ളം ഹിമ ഐസാണ്, ധ്രുവങ്ങളിൽ ഐസാണ്. 2.1%. 97%-ത്തിലേറെയും 97.3% കടൽ വെള്ളമാണ്. 2.1% ഐസ് വെള്ളമാണ്. പിന്നെ 0.6% വളരെ, അതായത് 1%-നെ താഴെ 0.6%, അതായത് ഒരു ശതമാനത്തിന്റെയും താഴെയാണ് സത്യത്തില് പിന്നെ ഭൂഗർഭജലമുള്ളത്. അതിനേക്കാൾ കമ്മിയാണ് നദികളിലും തടാകങ്ങളിലും ഉള്ളത്. 0.01% വെള്ളമാണ് സത്യത്തിൽ നദികളിലും തടാകങ്ങളിലുള്ളത്. അതുതന്നെ ഇന്ന് ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമായി കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ നീട്ടി പറയുന്നില്ല, അതിന് വളരെ വിശദമായ കണക്കുകളാണ്. ആ വിഷയം പരിശോധിച്ച് പഠിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടത്ര അത് കിട്ടും. അതിൽ തന്നെ നോക്കൂ, നിങ്ങൾ വളരെ ചിന്തിക്കണം. ലോകത്ത് നടക്കുന്ന 6-ൽ ഒരാൾക്ക് ശുദ്ധവെള്ളമില്ല ഇപ്പോൾ. ഇന്നത്തെ കണക്ക് ലോകത്തെ ജീവിക്കുന്ന 6-ൽ ഒരാൾക്ക് ഇപ്പോൾ തന്നെ ശുദ്ധ വെള്ളം ഇല്ല എന്നുള്ളത്. ശുദ്ധവെള്ളത്തെ അന്ത്യനാളിന്റെ മുമ്പ് അല്ലാഹു തആല ഉയർത്തുമെന്ന് ഖാല റസൂലുള്ളാഹി. അന്ത്യനാളിന് മുമ്പ് അത് ഇല്ലാതെയാവും, ഭൂമിയിൽ ഇല്ലാതെയാവും, ശുദ്ധവെള്ളം ഇല്ലാതെയാവും. ഇതാ ചിന്തിക്കുക. അതുകൊണ്ടാണല്ലോ ശുദ്ധവെള്ളം കുടിച്ചപ്പോ ഹബീബാ നബി അത്രയേറെ ദുആ ചെയ്തത്. അതിവിടെ നിലനിൽക്കൽ വളരെ ആവശ്യമാണ്. പണ്ഡിത വിദ്യാർത്ഥികൾ പഠിക്കണം. ഇതിനെന്താണോ പരിഹാരം, ആ പരിഹാരത്തെ കുറിച്ച് ഗൗരവമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇതിന്റെ ഇരട്ടി ആളുകൾക്ക് സാധാരണ വെള്ളമില്ല. 600 ചില്ലാനും കോടി മനുഷ്യരിൽ ഇപ്പോൾ തന്നെ 225 കോടി ജനങ്ങൾക്ക് ആവശ്യത്തിന്